കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോയമ്പ് കാലത്തിലെ ഡിവൈൻ വോയിസിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടുന്നു? പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിറഞ്ഞ, ആകുലത നിറഞ്ഞ അനുഭവത്തിൽ കർത്താവിൻ്റെ നിലപാട് എപ്രകാരമാണ്? ഈ ഒരു ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തെ ഒരുപാട് അലട്ടുന്ന അനുഭവമാണ്. എന്നാൽ ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇടപെടുന്ന രീതികളും വഴികളും അത്ഭുതാവഹമാണ്. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആദ്യ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തെ ഇന്നും ബലപ്പെടുത്തുന്ന ഒരു വാഗ്ദാനം തന്നെയാണ്. അതിൻ്റെ ആ വലിയ സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രേഖപ്പെടുത്തിയിരിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിലാണ്. പൂർവ്വപിതാവായ അബ്രഹാത്തോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമാണ്. അബ്രഹാത്തോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്: നീ ഭയപ്പെടേണ്ട, നിനക്ക് ഞാൻ പരിചയമാണ്, നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായം നമുക്ക് ഏവർക്കും പരിചിതമായൊരു ഭാഗമാണ്. എബ്രഹാത്തെ ദൈവം വിളിക്കുന്നതും തൻ്റെ ബന്ധുജനങ്ങളെയും നാടിനെയും വിട്ട് അവൻ കാണിച്ചു കൊടുക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു നിർദ്ദേശം. അബ്രഹാം അത് എല്ലാം സ്വീകരിക്കുന്നു. എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നോ എപ്രകാരം എവിടെ എത്തിച്ചേരുമെന്നോ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു യാത്ര. എന്നാൽ ദൈവനിർദ്ദേശത്തെ ശിരസാ വഹിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. എബ്രഹാത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ഉറപ്പിതാണ്: നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ആരെ അനുഗ്രഹിക്കുന്നുവോ അവരും അനുഗ്രഹിക്കപ്പെടും. നിന്നെ ശപിക്കുന്നവർ അവർ ശപിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിൻ കീഴിലാണ് താൻ എന്നുള്ള ബോധ്യവും ചിന്തയും എബ്രഹാത്തിൻ്റെ യാത്രകളെ അനുഗ്രഹമാക്കി തീർത്തു. അത് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുതലും ശക്തിയുമൊക്കെ എബ്രഹാം തിരിച്ചറിയുകയാണ്. അവൻ ഒരു പോരാളി അല്ലാതിരുന്നിട്ട് പോലും ശക്തരായ എതിരാളികൾ നിലംപരിശാക്കാൻ എബ്രഹാത്തിനും തൻ്റെ ചെറിയ ഗണത്തിനും സാധിക്കുകയാണ്. അതോടൊപ്പം അവൻ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ഭയവിഹുലരായി അവനെ നോക്കുന്ന മറ്റുള്ള ജനത്തെയും അവൻ കണ്ടുമുട്ടുന്നു. എന്ന് വെച്ചാൽ താൻ ആഗ്രഹിക്കാത്തതിനേക്കാളും ഉപരിയായി ദൈവത്തിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും സമൃദ്ധിയും എബ്രഹാത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ വ്യക്തിപരമായ ഒരു ദുഃഖമുണ്ട്. അത് മറ്റൊന്നുമല്ല, തനിക്കൊരു മകൻ അല്ലെങ്കിൽ കുഞ്ഞ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. തൻ്റെ തലമുറ അന്യം നിന്നു പോകും എന്നുള്ളൊരു സങ്കടമാണ്. പ്രായാധിക്യത്തിലാണ്, ഇനി ചിന്തിക്കാൻ പോലും അവസരമില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് നേർക്കാഴ്ചയായി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഇട്ടുമൂടാവുന്ന ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത എത്രയേറെ വേദനകളും ദുഃഖങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ചില വ്യക്തികളെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലെ ഭൗതിക ഐശ്വര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ അസൂയപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അതില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മളെ ഭരിക്കുമ്പോൾ ഓർക്കുക, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനും അവൾക്കുമൊക്കെ ഉള്ള ചില വ്യക്തിപരമായ ദുഃഖങ്ങളുണ്ട്. ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് കരുതപ്പെടുന്ന ചില വ്യക്തിപരമായ ദുഃഖങ്ങൾ. ഈ ദുഃഖങ്ങൾ എല്ലാ സന്തോഷങ്ങളെയും മൂടി നിൽക്കുന്ന ഒരു കരിനിഴൽ പോലെ എപ്പോഴും അവരെ ഇങ്ങനെ തളർത്തിക്കളയും. എബ്രഹാം അനുഭവിച്ചതും ഈ ഒരു അനുഭവം തന്നെയാണ്. ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ധ്യാനിക്കുന്ന ഈ വാഗ്ദാനത്തിൻ്റെ പ്രസക്തി ഏറുക. ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 15-1. എബ്രഹാത്തിനോട് ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്: നീ ഭയപ്പെടേണ്ട, ഒരു കാര്യത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രണ്ടാമതൊരു കാര്യം ഓർമ്മപ്പെടുത്തുക: നിനക്ക് ഞാൻ പരിചയമായിരിക്കും. എന്താണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത? പരിച എന്ന് പറയുന്നത് യുദ്ധമുഖത്തെ ഏറ്റവും
ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. ചീറിപ്പാഞ്ഞു വരുന്ന ആയുധങ്ങളെ ഈ പരിച കൊണ്ട് തടുക്കാനായിട്ട് സാധിക്കും. പോരാളിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സന്നാഹം എന്ന് പരിചയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എബ്രഹാത്തോട് പറയുന്നൊരു കാര്യം ഇതാണ്: നീ ഭയപ്പെടേണ്ട. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ഇതുപോലെ തുണയായി നിൽക്കുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ അത്യാധുനിക കാലഘട്ടത്തിൻ്റെ ഒരു വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ച് വായിക്കാനായിട്ട് അടുത്ത കാലത്ത് ഇടവന്നു. അതിപ്രകാരമായിരുന്നു: ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ഇല്ല എന്ന്, അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്ന, അവൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന അനുഭവങ്ങൾ ചുരുക്കമാണ്. കടുത്ത നിരീശ്വരവാദത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ അതിനേക്കാളും ഭയാനകവും മാരകവുമായ ഒരവസ്ഥാവിശേഷമുണ്ട്. ദൈവമൊക്കെ അവിടെയുണ്ട്, പക്ഷേ എനിക്കെൻ്റെ ശക്തി കൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. എൻ്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ സ്വാധീനം കൊണ്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നുള്ള ചിന്ത. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ അഭിമുഖീകരിച്ചുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാധീനം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നമ്മുടെ പണം കൊണ്ടും തിണ്ണമെടുക്ക് കൊണ്ടും ഒക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നൊരു പരിഹാരമല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഏത് സമയത്തും വലിയൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് ഏത് രീതിയിലുമായിരിക്കാം. അപ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നൊരു കാര്യം ഇതാണ്: ചില പ്രശ്നങ്ങളെ പരിഹരിച്ച് കഴിയുമ്പോൾ എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റുന്നൊരു ശക്തി അവൻ്റെ കരങ്ങളിലുണ്ട് എന്നുള്ളൊരു ചിന്ത. ഇത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തെ, ദൈവത്തിൻ്റെ പ്രാധാന്യത്തെ, അവന് കൊടുക്കേണ്ട സമ്പൂർണ്ണ സ്ഥാനത്തെ മാറ്റിവെക്കുന്ന പ്രവണതയുടെ ആരംഭമാണ്. അതെവിടെയും സംഭവിക്കാം. ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾക്കും സംഭവിക്കാൻ ഇടയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വലിയ തിന്മയാണ് ഇത്. ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നാം സ്വയം കരുതുന്നു ഇതെൻ്റെ ശക്തി കൊണ്ട് എന്ന്. എപ്പോൾ നമ്മൾ കരുതുന്നു അന്ന് പ്രതിസന്ധി ആരംഭിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ മോശ വഴിയായി ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്: ഈ നേടിയതെല്ലാം നിൻ്റെ കരുത്തോ നിൻ്റെ ശക്തിയോ നിൻ്റെ കരബലമോ അല്ല, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നിനക്ക് ലഭിച്ചതാണ്. അപ്പോൾ എബ്രഹാത്തിൻ്റെ മുമ്പിൽ ദൈവം പറയുന്നൊരു കാര്യം ഇതാണ്: ഈ പരിച പോലെ നിന്നോട് കൂടെ ഞാൻ നിന്നെ സംരക്ഷിക്കാനായിട്ടുണ്ടാകും. അപ്പം നീ ഈ കാര്യം തിരിച്ചറിയുക. ഏതെങ്കിലും രീതിയിൽ നീ സംരക്ഷിക്കപ്പെടുന്നു എങ്കിൽ, തിന്മയിൽ നിന്ന് നീ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടുന്നു എങ്കിൽ, നിൻ്റെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരാതിരിക്കുന്നു എങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നു എങ്കിൽ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു എങ്കിൽ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ദൈവം തന്നെയാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവർ, എത്രയോ മനോഹരമാണ്: ഞാൻ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ കൊണ്ടല്ല, അങ്ങയുടെ മഹത്വം കൊണ്ടാണ് എനിക്ക് ഉയർച്ച ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രയോഗം നമ്മുടെ ഇടയിൽ പോലും ഉള്ളത്. അപ്പോൾ എന്ത് ലഭിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടുള്ള ഒരു പ്രത്യേക തുറവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിൽ വിരൽത്തുമ്പിൽ ലോകമിങ്ങനെ കറങ്ങുന്ന സമയത്ത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കെല്ലാം എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എനിക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ വേരൂന്നിയാൽ ചെറിയ പരാജയം പോലും വലിയ പരാജയമായിട്ട് നമുക്ക് തീരും. ചെറിയ മുറിവുകൾ പോലും നമ്മുടെ വ്യക്തിജീവിതത്തിൽ വലിയ മുറിവുകളായിട്ട് തീരാൻ വഴിയൊരുങ്ങും. ചില നിരസനങ്ങൾ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. ജീവിതത്തിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി എന്നുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ചുറ്റുവട്ടത്തും നമ്മൾ അപഹസിക്കപ്പെടും, പരിഹസിക്കപ്പെടും എന്നുള്ള തോന്നലുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഇത് അപകടമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ പരിചയമായി നിലകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. അവസാനം ആ വാഗ്ദാനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രഹാത്തോട് പറയുന്നൊരു കാര്യം ഇതാണ്: നിൻ്റെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറത്തുള്ള രീതിയിലായിരിക്കും പ്രതിഫലം.
എന്നാൽ എബ്രഹാത്തിൻ്റെ മറുപടി കേൾക്കുക. തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എബ്രഹാത്തിൻ്റെ മറുപടി അത് സ്വാഭാവികമായി ഏത് മനുഷ്യ വ്യക്തിക്കുമുള്ള ഒരു സംശയം തന്നെയാണ്. അവൻ്റെ സാഹചര്യം എബ്രഹാം വിവരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ദമാസ്കസുകാരനായ എലിയാസറിൻ്റെ ഭവനത്തിലാണ്. സ്വന്തമായ ഒരു ഭവനം എന്ന് വേണമെങ്കിൽ പറയാനായിട്ടില്ല. അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം അവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കൊരു തലമുറ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ ദാസൻ്റെ മകനായിരിക്കും, വേലക്കാരൻ്റെ മകനായിരിക്കും ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തിന് അർഹനായിട്ട് തീരുക. അപ്പോൾ ദൈവം അവനോട് പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മൾ ആരും വിചാരിക്കാത്തൊരു മറുപടി. എബ്രഹാത്തിനോട് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എബ്രഹാത്തോട് പറയുന്നുണ്ട്, ഈ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നീ എണ്ണുക. അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിനക്ക് സാധിക്കുമോ? ഇല്ല. ഇതുപോലെ നിനക്കായി സന്താനങ്ങളെയും തലമുറകളെയും ഞാൻ ഉൽപ്പാദിപ്പിക്കും. 6-ാം തിരുവചനം ശ്രദ്ധേയമാണ്. ഈ കാര്യങ്ങളെല്ലാം എബ്രഹാത്തോട് ദൈവം പറഞ്ഞു കഴിയുമ്പോൾ എബ്രഹാത്തിൻ്റെ മറുപടി ആണ് ഉൽപ്പത്തി പുസ്തകം 15:6 നമ്മൾ വായിക്കുക. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: അവൻ വിശ്വസിച്ചു, പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ വിശ്വസിച്ചു, അത് അവന് നീതീകരണമായി തീരാൻ ഇടവന്നു. തുടർന്നുള്ള അവൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എത്ര സുന്ദരമായിട്ടാണ് അവൻ്റെ ജീവിതം ദൈവം ഇങ്ങനെ കരുതുക. വ്യക്തിപരമായിട്ടൊന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മളും ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ, അസ്വസ്ഥതകളിൽ, ആകുലതകളിൽ, ഭയപ്പാടുകളിലൊക്കെ നിലകൊള്ളുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. അത് നമ്മുടെ ഓരോ കാലഘട്ടത്തിലെ ജീവിതത്തിലും നമുക്ക് വേണ്ടതായ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും നൽകും. ഉറച്ച് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എബ്രഹാത്തോട് ദൈവം സംസാരിച്ചിട്ടേ ഉള്ളൂ, അവന് ചില ഉറപ്പുകൾ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ അവനതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. ജനിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത മകന് വേണ്ടി കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അവൻ കാത്തിരുന്നു. നമ്മൾ വീണ്ടും വചനത്തിൽ വായിക്കുന്നില്ലേ, അവനെ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഉള്ളിൽ ദുഃഖഭാരം ഉണ്ടായിരുന്നിട്ട് പോലും അബ്രഹാം ഇസഹാക്കിനെ ബലിപീഠത്തിൽ സമർപ്പിച്ചില്ലേ? അതിലെത്ര സുന്ദരമായിട്ടാണ് ദൈവം അതിനെയും കൈകാര്യം ചെയ്തത്. ഒരു പരീക്ഷണ അനുഭവത്തിലൂടെ കടന്നു പോവുകയല്ല, നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന ഒരു വലിയൊരു ബോധ്യം കർത്താവ് നൽകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വിരുന്നിന് വരാം, അസ്വസ്ഥതകൾ വിരുന്നിന് വരാം. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം, അവിടെ നിന്നുള്ള ആശ്രയത്വം, അതോടൊപ്പം തന്നെ അവൻ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ്, പരിച പോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നോടൊത്തുണ്ട് എന്നുള്ള ബോധ്യം, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിൽ പ്രതിഫലം ലഭിക്കാനായിട്ട് വഴി ഒരുങ്ങും. സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കേറെ പരിചിതമായ വചനഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്: ഈശോ ഒരു പടവിലേക്ക് കയറുന്നു. തൻ്റെ ശിഷ്യന്മാരെ ഒന്നും വിളിച്ചിട്ടില്ല. ആ പടവാകട്ടെ ശിമയോൻ പത്രോസിൻ്റേതാണ്. ആ പടവ് അല്പം വെള്ളത്തിലേക്ക് നീക്കിയിട്ട് അവൻ പ്രബോധനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പ്രബോധനത്തിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. പത്രോസിനോട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ശിമയോനോട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: കുറച്ചുകൂടെ ഈ പടവിനെ വെള്ളത്തിലേക്ക് നീക്കുക, എന്നിട്ട് വല ഇടുക. അപ്പോൾ പത്രോസ് ശിമയോൻ പറയുന്നൊരു മറുപടിയുണ്ട്. അവന് ആ മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ മത്സ്യബന്ധനത്തിൻ്റെ ഒരു രീതിയുണ്ട്. പത്രോസ് പറയുന്നൊരു കാര്യം ഇതാണ്: രാത്രി ഏറെ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നറിയാവോ? രാവിലെ സൂര്യതാപം ഉണ്ടാകുമ്പോൾ ഈ മത്സ്യങ്ങൾക്ക് ജലത്തിൻ്റെ പ്രതലത്തിലേക്ക് കടന്നു വരാനായിട്ട് പ്രത്യേകമായിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലം ചുട്ടു പഴുത്ത് കിടക്കും. അവിടെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് താഴേക്ക് ഈ മത്സ്യങ്ങൾ പോകും. രാത്രിയാകുമ്പോൾ പ്രതലം തണുക്കും, മത്സ്യങ്ങൾ പ്രതലത്തിലേക്ക് ഇങ്ങനെ വീണ്ടും കടന്നു വരും. ഈ സമയത്താണ് മത്സ്യബന്ധനത്തിന് ഏറ്റവും യോഗ്യമായ സമയം. പത്രോസ് അതാ പറഞ്ഞത്, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഒന്നും ലഭിച്ചില്ല. തുടർന്നുള്ള വചനഭാഗം വളരെ ശ്രദ്ധേയമാണ്. 5-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുക: എങ്കിലും അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. മത്സ്യപ്പെരുപ്പം കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്.
പ്രിയപ്പെട്ടവരെ, അവൻ വിശ്വസിച്ചു. അവൻ അവൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കാനായിട്ട് തയ്യാറായി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വഴി കൂടെയുണ്ട്. നമ്മൾ ധ്യാനിക്കുന്ന വാഗ്ദാനത്തിൻ്റെ മറ്റൊരു വഴി ഇവിടെ തുറക്കപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, നിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നത് നീ കേൾക്കുക, ശ്രദ്ധയോടുകൂടെ കേൾക്കുക. കേട്ടത് നീ വിശ്വസിക്കാനായിട്ട് തയ്യാറാകുക. മറിയത്തെ കണ്ടുമുട്ടുന്ന സമയത്ത് എലിസബത്ത് പറയുന്നൊരു കാര്യമില്ലേ, എന്താണ് നിൻ്റെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം? ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് അത് അനുഗ്രഹമായി, അഭിഷേകമായിട്ട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ വഴിയൊരുങ്ങി. നീ ഭാഗ്യപ്പെട്ടവളാണ്. എന്തെല്ലാം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിക്കാനായിട്ട് നീ തയ്യാറാകുക. പത്രോസിനത് സാധിച്ചത് കാരണം ആ ജലവിധാനത്തിൻ്റെ ഓരോ ചലനവും തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളിക്ക് എന്തുകൊണ്ടാണ് ഇതിന് സാധിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത്. ഇത് തന്നെയല്ലേ എബ്രാഹവും ചെയ്തത്. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വിഷമതകളിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് ഇവിടെ പറയുകയാണ്. ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ഒരുപാടിടങ്ങളിൽ നാം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. അമിതമായ ചിന്ത. ഓരോ കാര്യത്തെക്കുറിച്ചും അമിതമായി നമ്മൾ ചിന്തിക്കുന്നു, ചില തീരുമാനങ്ങൾ എടുക്കുന്നു. കലങ്ങിക്കിടക്കുന്ന മനസ്സുകളിലെ ചില അവ്യക്തമായ അടിസ്ഥാനമില്ലാത്ത ചില തീരുമാനങ്ങൾ അത് ജീവിതത്തിൻ്റെ വലിയ തകർച്ചയിലേക്ക് പോലും നമ്മളെ വഴി തെളിക്കാറുണ്ട്. ജീവിതത്തെ അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം എന്നുള്ള തെറ്റ് നിറഞ്ഞ തീരുമാനങ്ങളിലേക്ക് വരെ എത്തിക്കാനായിട്ട് വഴിയൊരുങ്ങും. എന്താണ് ഈ അമിതമായ ചിന്തയെ അതിജീവിക്കാനുള്ള ഏറ്റവും യോഗ്യമായ മാർഗം? ശാസ്ത്രത്തിന് പല മാർഗങ്ങളും കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ, ബൈബിളിലെ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഈ ചിന്താഭാരത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വന്ന് അവരെ സഹായിക്കുന്ന ഒന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ എത്രയോ വലിയ പ്രതിസന്ധിയാണ്. അത് ജലവിധാനം പോലെ ഉയർന്നു നിൽക്കുമ്പോൾ ജനം മുഴുവൻ സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് ദൈവത്തിൻ്റെ അഭിഷേകം കണ്ട, മഹത്വം കണ്ട, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ച, ആ വചനത്തിൻ്റെ മുമ്പിൽ നിന്ന മോശയ്ക്ക് മാത്രം സംശയമുണ്ടായില്ല. പിന്നീട് നടന്നത് അത്ഭുതങ്ങൾ തന്നെയാണ്. വചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നില്ലേ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ തൻ്റെ മകൾ മരിച്ചു എന്നുള്ള വാർത്ത അറിയുമ്പോൾ ജായിറൂസിന് സംഭവിക്കുന്ന കാര്യം. ആ യാത്രയിൽ മകളുടെ മരണവാർത്ത കേട്ട് സ്തബ്ധനായി നിൽക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ യേശു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനത് കേട്ടു. പിന്നീട് യാത്ര തുടർന്നു. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടാണ്. ചില പ്രശ്നങ്ങൾ അത് വൈകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പരിഹാരമില്ല എന്ന് നമ്മൾ കരുതുന്നിടത്ത് കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വചനഗ്രന്ഥത്തിൻ്റെ ആദ്യ ഗ്രന്ഥത്തിൽ തന്നെ ഇതുപോലൊരു വാഗ്ദാനം ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെക്കുക. എല്ലാ കാലത്തും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയം തന്നെയാണ്. അവൻ്റെ ആകുലതയാണ്, ഭയം സൃഷ്ടിക്കുന്ന ആകുലതയാണ്. അപ്പോൾ ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുക. ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യു ജസ്റ്റ് ബിലീവ്. അപ്രകാരമുള്ളൊരു അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിനക്ക് മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ, പ്രത്യേകമായിട്ട് ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 17-5 ഈശോയുടെ ശിഷ്യന്മാർ വന്ന് ഈശോയോട് പറയുന്നൊരു കാര്യം ഇതാണ്: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരണം അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഒരു അനുഭവത്തിൽ തങ്ങളെ സഹായിക്കുക ഈ വിശ്വാസത്തിൻ്റെ അനുഭവം തന്നെയാണ്. തങ്ങളുടെ ഗുരുവിനെ പ്രത്യേകമായി ബലപ്പെടുത്തിയതും ഈ വിശ്വാസത്തിൻ്റെ അനുഭവം തന്നെയാണ്. വിശ്വാസത്തെ ആഴമേറിയ ഉൾക്കാഴ്ചയിലേക്ക് വഴിതെളിക്കാനായിട്ട് ഇടമൊരുക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊത്തുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി പോരാടുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തിരിച്ചറിവ്. ആരെല്ലാം ഈ ബോധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തമായ കരുതൽ ഉണ്ടായിട്ടുണ്ട്. ഈ വചനം
ഈ വാഗ്ദാനം, ഈ ഉറപ്പിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുക. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരനുഭവം അബ്രഹാത്തിന് ലഭിച്ച അനുഭവം. പിന്നീട് അവൻ കാണുന്നുണ്ട്, പ്രതിസന്ധികൾ അവനെ വിട്ടുമാറിയിട്ടില്ല, പ്രശ്നങ്ങൾ അവനെ വിട്ടുമാറിയിട്ടില്ല. ഏറ്റവും അടുത്ത അനുഭവങ്ങളിൽ പോലും കരൾ പിളർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില നിരസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില ഉപേക്ഷകൾ ഉണ്ടായിട്ടുണ്ട്, ചില അവസ്ഥകളിൽ ഒന്ന് ശബ്ദിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം എബ്രഹാം നിലകൊള്ളുന്ന ആ നിലപാട്, എബ്രഹാത്തിൻ്റെ തീരുമാനങ്ങളിൽ ഉള്ള ആ വലിയൊരു തീക്ഷ്ണത, അതിൻ്റെ പുറകിലുള്ള ഏറ്റവും ശക്തമായൊരു അനുഭവം ദൈവം കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വരും. ഇതാണ് ശരി എന്നുള്ള തോന്നൽ നമ്മളെ ശക്തമായിട്ട് ഇങ്ങനെ നയിക്കും. പക്ഷെ ഭൗതികമായ തോന്നലുകൾ ചിലയിടങ്ങളിൽ വെച്ച് നമ്മളെ തളർത്തിക്കളയും. വചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാർക്ക് സംഭവിച്ച വലിയ പിഴവ്. എത്രയോ തവണ അവർ പിന്മാറിപ്പോകുന്നുണ്ട്. എത്രയോ തവണ അവരുടെ ജീവിതത്തിൽ ചില നിലപാടുകൾ അവർക്ക് തന്നെ വിനയായിട്ട് തീരുന്നുണ്ട്. യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട സമയത്ത് അവരെടുക്കുന്ന നിലപാട് തന്നെ നമ്മളിൽ സങ്കടമുണ്ടാക്കുന്ന ഒന്ന് തന്നെയല്ലേ. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്. യേശു ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു കാര്യം ഇതാണ്, ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവ് തന്നെ. അപ്പോൾ നമുക്ക് ഈ വാഗ്ദാനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ഉൽപ്പത്തിയുടെ പുസ്തകം 15:1, ഏത് പ്രതിസന്ധിയുടെ മുനമ്പിലും ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്, ഭയം അരുത്, പരിച പോലെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലം എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതിനേക്കാളും അപ്പുറമാണ്. അതുകൊണ്ട് അഭിഷേകത്തിലേക്ക് കടന്നു വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ.